സുവിശേഷം 4-ാം അധ്യായം 22-ഉം 23-ഉം വചനങ്ങൾ. യോഹന്നാൻ 4:22-23. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ഈ ഭാഗത്ത് ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നതാണ് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു എന്ന്. ഈ സമരീനക്കാർക്ക് ദൈവത്തെ കുറിച്ചുള്ള വളരെ വികലമായിട്ടുള്ള ഒരു അറിവാണുള്ളത്. ദൈവത്തെ കുറിച്ചുള്ള നമുക്ക് മനസ്സിൽ ഹൃദയത്തിലുള്ള ചില അനുമാനങ്ങളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളും അനുമാനങ്ങൾക്ക് അനുസരിച്ചാണ് ദൈവബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. പല ദൈവ സംവിധാനങ്ങളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം പല ദൈവ സംവിധാനങ്ങള് കൊണ്ട് നടത്തുന്നവരുടെ തെറ്റായ അറിവിലാണ് അവരുടെ ആരാധനയും ഇരിക്കുന്നത്. സമരിയക്കാരെന്നുള്ള വിഷയമല്ല, യഹൂദരെന്നുള്ള വിഷയമല്ല ഇപ്പൊ നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മളായിരിക്കുന്ന സ്ഥലത്തില് ഇപ്പോഴും ഇത്തരം സമരിയക്കാരും ഉണ്ട്, യഹൂദരും ഉണ്ട്. അതില് ഒന്നാണ് ഈ പറയുന്ന ആരാധനകൾ എന്തിനു വേണ്ടിയാണ് നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് തെറ്റായ അറിവുണ്ടാവുമ്പോൾ, തെറ്റായ ബോധ്യം ഉണ്ടാവുമ്പോൾ ആ ആരാധനകൾ വികലമായി. ഹോസിയ 4:13. ഹോസിയ 4:13. ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു. കുന്നിന്മേലും കരുവേലകത്തിന്റെയും പുന്നയുടെയും ആലിന്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു. അവയുടെ തണൽ സുഖം നൽകുന്നു. നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു, നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. ജെറമിയ 3:9. ജെറമിയ 3:9. അവർ നിർലജ്ജം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു, കല്ലിനും മരത്തിനും ആരാധനയർപ്പിച്ചു. അവൾ വ്യഭിചരിച്ചു, അങ്ങനെ നാട് ദുഷിപ്പിച്ചു. ഏശയ്യ 57:5-6. ഏശയ്യ 57:5-6. ഓക്കുമരങ്ങൾക്കിടയിലും ഓരോ പച്ചമരത്തിന്റെയും ചുവട്ടിലും നിങ്ങൾ വിഷയാസക്തിയാൽ ജ്വലിക്കുന്നു. താഴ്വരകളിലും പാറയിടുക്കുകളിലും നിങ്ങൾ ശിശുക്കളെ കുരുതി കഴിക്കുന്നു. താഴ്വരകളിലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലാണ് നിന്റെ അവകാശം. അവ തന്നെയാണ് നിന്റെ ഓഹരി. അവയ്ക്ക് നീ ദ്രാവക നൈവേദ്യം ഒഴുക്കി ധാന്യബലി അർപ്പിച്ചു. ഇവ കണ്ട് ഞാൻ അടങ്ങണമെന്നോ? എസെക്കിയേൽ 6:13. എസെക്കിയേൽ 6:13. എല്ലാ കുന്നുകളിലും മലമുകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്നു വളരുന്ന ഓക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലായിടങ്ങളിലും ബലിപീഠങ്ങൾക്ക് ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇത്തരം ആരാധനകൾക്ക് ചേർന്നുകൊണ്ട് ആഘോഷങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ പങ്കെടുക്കുന്ന പല ആഘോഷങ്ങളുടെയും വേരുകൾ അറിയണം. കാരണം വേരനുസരിച്ചാണ് അതിന്റെ ആഘോഷം. വേരുകളെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. റോമ 11:16 അവസാനത്തെ വരി. റോമ 11:16. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. വേര് പരിശുദ്ധമല്ലെങ്കിൽ അതിന്റെ ആഘോഷങ്ങളുടെ പ്രത്യേകതയെ കുറിച്ച് പത്രോസ്ലീഹ 1 പത്രോസ് 4:3 പറയുന്നു. 1 പത്രോസ് 4:3. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും ഒഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. ഇത് ഒരു വിവേചനത്തിന്റെ വിഷയമാണ്. നമ്മൾ പല ആഘോഷങ്ങളും ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മളിൽ വരുന്ന സ്വഭാവ വ്യത്യാസങ്ങളെ കുറിച്ച് പൗലോസ്ലീഹ 2 കൊറിന്തോസ് 12:20 പറയുന്നു. 2 കൊറിന്തോസ് 12:20.
ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയുമായിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത്. ഒരു 5-8 കാര്യങ്ങളുടെ ലിസ്റ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ പങ്കെടുക്കുന്ന ആഘോഷങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ഗൗരവം നമ്മളിൽ വർദ്ധിക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും. അതാണ് പൗലോസ്ലീഹ ഗലാത്യ 5:10 പറയുന്നത്. ഗലാത്യ 5:10 എന്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെ കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ തലത്ത്, അത് യഹൂദരുടെ തലത്ത്. അവർക്ക് നിയമവും പ്രവാചകരെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് ദൈവ അറിവും അഭിപ്രായങ്ങളും ഒക്കെ വ്യക്തമാണ്. അപ്പൊ ഇതാണ് നമ്മൾ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിയമവും പ്രവാചകവും വായിക്കുമ്പോൾ അതിൽ നമ്മളിങ്ങനെ കൃത്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ദൈവസങ്കല്പം വർദ്ധിക്കുകയും ദൈവ അനുഭവം ഉണ്ടാവുകയും ഇത്തരം വേരുകളിൽ നിന്ന് നമ്മൾ വിമോചിതരായി ജീവിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മൂന്നാം തലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് യഹൂദ സംസ്കാരത്തിൽ നിന്ന് കുറെ കൂടി ഉയർന്നതാണ്. അതാണ് ഈശോ പറയുന്നത്. നമ്മൾ വായിച്ച യോഹന്നാൻ 20 ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനെ കുറിച്ച്. യഹൂദർക്ക് ഉണ്ടായിരുന്ന കുറവ് എന്താണ്? യഹൂദർക്ക് ഉണ്ടായിരുന്ന കുറവ് എന്താണെന്ന് വെച്ചാൽ അന്ധകരത്തെ വിശുദ്ധമാക്കാൻ അതിന് കഴിവില്ലായിരുന്നു. ഈ നിയമം പ്രവാചകരും ഉണ്ടായിരുന്നെങ്കിലും അത് വ്യക്തിയുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ അതിന് സാധിക്കുമായിരുന്നില്ല. അതാണ് നമ്മൾ ഹെബ്രായർ 9:9-10 വായിക്കുന്നത്. ഹെബ്രായർ 9:9-10 അർപ്പിക്കുന്നവന്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നാൽ ആത്മാവിൽ ആരാധിക്കാനുള്ള ഒരു ഓപ്പൺനെസ് ആണ്, തുറവിയാണ് നമുക്ക് യേശുവിന്റെ ആത്മീയതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഹെബ്രായർ 9:14 പറയുന്നത്. ഹെബ്രായർ 9:14 എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ക്രിസോസ്റ്റോം ഇതിനെ കുറിച്ച് പറയുന്നത്, the former things were figures, now all is truth. അതായത് പഴയതെല്ലാം പ്രതിരൂപങ്ങളാണ്, ഇപ്പോൾ എല്ലാം സത്യമാണ്. ഇതാണ് ആത്മാവ് സത്യം എന്ന് പറയാൻ കാരണം. എന്താണ് സത്യം? എന്താണ് ആത്മാവ്? എന്താണ് സത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യോഹന്നാൻ 1:17 ആണ് അതിനുള്ള ഉത്തരം. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ 14:6 സ്വയം വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പൊ സത്യം എന്താണെന്ന് വീണ്ടും യോഹന്നാൻ 17:17 പറയുന്നു. യോഹന്നാൻ 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. സങ്കീർത്തനം 119-160 അങ്ങയുടെ വചനത്തിന്റെ സാരാംശം സത്യം തന്നെയാണ്, അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ്, അവ എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനം 33:4 സങ്കീർത്തനം 33:4 കർത്താവിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. എഫേസസ് 4:21
എഫേസസ് 4:21. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഈ സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് യോഹന്നാൻ 8:32 8:36 നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ആത്മാവ് എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് ഇത് സത്യ ആത്മാവാണ്. യോഹന്നാൻ 14:17. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. യോഹന്നാൻ 15:26. യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. യോഹന്നാൻ 16:13. യോഹന്നാൻ 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതായത് കർത്താവ് ആത്മാവാണ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് 2 കൊരിന്ത്യർ 3:17 നമ്മൾ വായിക്കും. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയാണ് ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളിലുള്ള രൂപാന്തരീകരണവും ഫലങ്ങളും. അതാണ് ഇന്നലെ വായിച്ചത്. അതിനാണ് ഒന്നുകൂടി വായിക്കാം. 1 കൊരിന്ത്യർ 13:12b. 1 കൊരിന്ത്യർ 13:12b. അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. 2 കൊരിന്ത്യർ 3:18. 2 കൊരിന്ത്യർ 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഫിലിപ്പിയർ 3:21. ഫിലിപ്പി 3:21. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.